ഉപപുരാണമായി ഗണിക്കപ്പെടുന്ന കേരളോൽപ്പത്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. കേരളോൽപ്പത്തിയെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എഴുതിയതെന്ന് ഒരു വിഭാഗം, ഹെർമൻ ഗുണ്ടർട്ടാണ് എന്ന് മറ്റൊരു വിഭാഗം, ഇത് രണ്ടുമല്ല വേലായുധൻ പണിക്കശ്ശേരിയാണെന്ന് മറ്റൊരു ഭാഗം. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കേരളോൽപ്പത്തിയുടെ നേർവായനയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഷ പുരാതനമായതുകൊണ്ട് അല്പം കഠിനമായിരിക്കും, സഹിക്കുകയല്ലാതെ മാർഗമില്ല. വായന തുടങ്ങുകയായി. പരശുരാമൻ്റെ കാലം. കൃത, ത്രേത, ദ്വാപര, കലി എന്നിങ്ങനെ 4 യുഗത്തിങ്കലും അനേകം രാജാക്കന്മാർ ഭൂമി വഴി വന്ന പോലെ വാണ് രക്ഷിച്ചതിൻ്റെ ശേഷം ക്ഷത്രിയകുലത്തിങ്കൽ ദുഷ്ടരാജാക്കന്മാരുണ്ടായവരെ മുടിച്ചു കളവാനായിക്കൊണ്ട് ശ്രീ പരശുരാമൻ അവതരിച്ചു. എങ്കിലോ പണ്ട് ശ്രീ പരശുരാമൻ 21 വട്ടം മുടി ക്ഷത്രിയരെ കൊന്ന ശേഷം വീരഹത്യാദോഷം പോക്കണം എന്ന് കൽപ്പിച്ചു. കർമ്മം ചെയ്വാന്തക്കവണ്ണം ഗോകർണം പുക്കു കന്മലയിൽ ഇരുന്നു. വരുണനെ സേവിച്ച് തപസ് ചെയ്തു. വാരാനിധിയെ നീക്കം ചെയ്തു. ഭൂമിയെ വന്ദിച്ചു. 160 കാതം ഭൂമിയെ ഉണ്ടാക്കി. മലയാള ഭൂമിക്ക് രക്ഷ വേണം എന്ന് കൽപ്പിച്ചു. 118-ാം അംശര പ്രതിഷ്ഠ ചെയ്തു. എന്നിട്ടും ഭൂമിക്കിളക്കം മാറിയില്ല എന്ന് കണ്ട ശേഷം ശ്രീ പരശുരാമൻ നിരൂപിച്ച് ബ്രാഹ്മണരെ ഉണ്ടാക്കി പല ദിക്കിൽ നിന്നും കൊണ്ടുവന്നു. കേരളത്തിൽ വച്ചു. അവർ ആരും ഉറച്ചിരുന്നില്ല. അവർ ഒക്കെ താന്താൻ്റെ ദിക്കിൽ പൊയ്ക്കളഞ്ഞു. അതിൻ്റെ ഹേതു കേരളത്തിൽ സർപ്പങ്ങൾ വന്നു നീങ്ങാതെ ആയിപ്പോയി. അവരുടെ പീഡ കൊണ്ട് ആർക്കും ഉറച്ചു നിൽപ്പാൻ വശമില്ലാഞ്ഞതിൻ്റെ ശേഷം നാഗത്താന്മാർ കുറേ കാലം കേരളം രക്ഷിച്ചു. എൻ്റെ പ്രയത്നം നിഷ്ഫലം എന്ന് വരരുത് എന്ന് കൽപ്പിച്ച് ശ്രീ പരശുരാമൻ ഉത്തരഭൂമിയിങ്കൽ ചെന്ന് ആര്യപുരത്തിൽ നിന്ന് ആര്യ ബ്രാഹ്മണരെ കൊണ്ടുപോന്നു. ആര്യബ്രാഹ്മണർ നട അഹിച്ഛത്രം ആകുന്ന ദിക്കിന്ന് പുറപ്പെട്ട് സാമന്ത പഞ്ചകം ആകുന്ന ക്ഷേത്രത്തിൽ ഇരുന്നു. ആ ക്ഷേത്രത്തിന് കുരുക്ഷേത്രം എന്ന പേരുണ്ട്. അവിടെ നിന്ന് പരശുരാമൻ 64 ഗ്രാമത്തെയും പുറപ്പെടിച്ചു കൊണ്ടുവന്നു നിരൂപിച്ചു. പരദേശത്ത് ഓരോരോ അഗ്രഹാരങ്ങൾ ഗ്രാമം എന്ന് ചൊല്ലിയ ന്യായം അത് വേണ്ട എന്ന് കൽപ്പിച്ചു. 64 ഗ്രാമം ആക്കി കൽപ്പിച്ച് 64നും പേരുമിട്ടു. അതാകുന്നത് ഗോകർണം, ഗോമകുടം, കാരവള്ളി, മല്ലൂർ, എപ്പന്നൂർ, ചെപ്പന്നൂർ, കാടലൂർ, കല്ലന്നൂർ, കാര്യച്ചിറ, പയ്യൻചിറ, ഇങ്ങനെ ഗ്രാമം 10, തൃക്കണി, തൃക്കട്ട, തൃക്കൺപാല, തൃച്ചൊല, കൊല്ലൂർ, കൊമലം, വെള്ളാര, വെങ്ങാടു, വെൺകടം, ചെങ്കൊടു, ഇങ്ങനെ ഗ്രാമം 10, കൊടീശ്വരം, മഞ്ചീശ്വരം, ഉടുപ്പു, ശങ്കരനാരായണം, കൊട്ടം, ശിവവെള്ളി, മൊറ, പഞ്ച, വിട്ടൽ കുമാരമംഗലം, അനന്തപുരം, കണ്ണപുരം, ഇങ്ങനെ 12 ഗ്രാമം, ഇങ്ങനെ 32 ഗ്രാമം എന്ന് കൽപ്പിച്ചു. പയ്യന്നൂർ, പെരിഞ്ചല്ലൂർ, കരിക്കാടു,
ഈശാനമംഗലം, ആലത്തൂർ, കരിന്തൊളം, തൃശ്ശിവപേരൂർ, പന്നിയൂർ, ചൊവ്വരം, ശിവപുരം ഇങ്ങനെ 10, പറപ്പൂർ, ഐരാണിക്കുളം, മൂഷികക്കുളം, ഇരിങ്ങാടിക്കോട്, അടപ്പൂർ, ചെങ്ങനോട്, ഉളിയന്നൂർ, കഴുതനാട്, കഴച്ചൂർ, ഇളിഭ്യം, ചമുണ്ട, ആവടിപ്പുത്തൂർ ഇങ്ങനെ 12, കാടുകറുക, കിടങ്ങൂർ, കാരനല്ലൂർ, കവിയൂർ, ഏറ്റുളനിയൂർ, നെൽമണ്ണ, ആൺമണി, ആൺമളം, തിരുവല്ലായി, ചെങ്ങനിയൂർ ഇങ്ങനെ 64 ഗ്രാമം എന്ന് കൽപ്പിച്ചു. അവരെ ഗോകർണത്തിൽ വച്ച് തലമുടി ചിരച്ച് മുമ്പിൽ കുടുമ വയ്പ്പിച്ച് പൂർവശിഖ പരദേശത്ത് നിഷിദ്ധം എന്ന് ചൊല്ലി, മുമ്പിൽ കുടുമ വച്ചാൽ പിന്നെ അങ്ങ് ചെന്നാൽ സ്വജാതികൾ അംഗീകരിക്കയില്ല എന്നിട്ടത്രേ മുമ്പിൽ കുടുമ വച്ചത്. അതിൻ്റെ ശേഷം 60 നാലിനും പൂവും നീരും കൂടെ ബ്രഹ്മനക്ഷത്രമായി നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ കൊടുത്തത് ഏകോദകം. അതിൻ്റെ ശേഷം ഭൂമി രക്ഷിക്കണം എന്ന് കൽപ്പിച്ച്, നിങ്ങൾക്ക് ആയുധപ്രയോഗം വേണമല്ലോ, അതിന് എന്നോട് ആയുധം വാങ്ങിക്കൊള്ളുക എന്ന് 64 ശ്രീ പരശുരാമൻ അരുളി ചെയ്താറെ എല്ലാവരും കൂടി നിരൂപിച്ച് കൽപ്പിച്ചു. ആയുധം വാങ്ങിയാൽ രാജാംശമായി വരും, തപസ്സിൻ കൂറില്ലാതെ പോം, വേദോച്ചാരണത്തിന് യോഗ്യമില്ല, ബ്രാഹ്മണരാകയും അനേകം കർമ്മങ്ങൾക്കൊക്കെയും വൈകല്യമുണ്ട് എന്ന് കൽപ്പിച്ചു. 64 പെരിഞ്ചെല്ലൂർ 3000, പയ്യന്നൂർ 2000, പന്നിയൂർ 4000, പറപ്പൂർ 6000, ചെങ്ങന്നിയൂർ 6000, ആലത്തൂർ 1000, ഉളിയന്നൂർ 3000, ചെങ്ങനോട് 2000, ഐരാണിക്കുളം 4000, മൂഷികക്കുളം 1000, കഴുതനാട് 1000 ഇങ്ങനെ 10 ഗ്രാമത്തിൽ 14 ഗോത്രത്തിൽ ചിലരെ അവരോധിച്ചു. 36,000 ബ്രാഹ്മണരെ കൽപ്പിച്ചു. 36,000 ബ്രാഹ്മണരും കൂടെ ചെന്നു. 64 ഗ്രാമത്തിൻ്റെ കുറവ് തീർത്തു. അവരുടെ സംവാദത്താൽ ശ്രീ പരശുരാമനോട് ആയുധം വാങ്ങി അവൻ ആയുധപ്രയോഗങ്ങളും ഗ്രഹിപ്പിച്ചു കൊടുത്തു. കന്യാകുമാരി ഗോകർണ പര്യന്തം കേരളം 160 കാതം ഭൂമി വാണ് രക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. വാളിന്മേർ നീർ പകർന്നു കൊടുക്കുകയും ചെയ്തു. അവർ 3 വട്ടം കൈനീട്ടി നീർ വാങ്ങുകയും ചെയ്തു. ഭരദ്വാജ ഗോത്രത്തിലുള്ളവർ ശ്രീ പരശുരാമനോട് ശസ്ത്രഭിക്ഷയെ ദാനം ചെയ്യുക എന്ന ആയുധം വാങ്ങി എല്ലാവരുടെ സമ്മതത്താൽ കൈകാട്ടി വാങ്ങിയു. ശ്രീ പരശുരാമൻ്റെ അരുളപ്പാടാൽ വാളും ഭൂമിയും വാങ്ങുക ഹേതുവായിട്ട വാഴുവർ എന്നവരെ പേരും ഇട്ടു. അവർ ഒരുത്തരെ കൊല്ലുവാനും ഒരുത്തരെ സമ്മതിപ്പിക്കേണ്ട. മുമ്പിനാൽ ആയുധം വാങ്ങിയത് 1 ഇടപ്പള്ളി നമ്പ്യാതിരി, പിന്നെ 2 വെങ്ങനാട്ട നമ്പ്യാതിരി, 3 കനിത്തല പണ്ടാല, 4 പുതുമനക്കാട്ട് നമ്പ്യാതിരി, 5 ഇളമ്പയിലിണ്ടാല, 6 പുന്നത്തൂർ നമ്പിടി, 7 തലയൂർ മൂസത്, 8 പിലാന്തോളി മൂസത്, 9 ചൊഴത്ത ഇളയത്,
10 കുഴിമണ്ണ് മൂസത്, 11 കല്ലൂക്കാട്ട ഇളയത്, 12 പൊന്നി നിലത്ത് മുമ്പിൽ. ഇങ്ങനെ 12 ആൾ മുമ്പാക്കി കൽപ്പിച്ചു. തങ്ങൾ എന്ന് പറയാൻ കാരണം തപശക്തി എന്ന് ചിലർ നിരൂപിച്ചിരിക്കുന്നു. അതങ്ങനെയല്ല. ശസ്ത്രഭിക്ഷയെ തങ്ങളുടെ ഗോത്രം വാങ്ങുകയാൽ വാൾ നമ്പി ആയ കാരണം വാൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന സിദ്ധാന്തം ഇങ്ങനെ ഭൂമി രക്ഷിപ്പാൻ 36,000 ബ്രാഹ്മണരെ ആയുധപാണികളാക്കി കൽപ്പിച്ചു. അനന്തരം 64 ഗ്രാമത്തെയും കൂടെ വരുത്തി നട പീഡിപ്പിച്ച സർപ്പങ്ങൾക്ക് എല്ലായിടവും ഓരോ ഓഹരി ബ്രഹ്മസ്വത്താൽ കൊടുത്തു. നിങ്ങൾക്ക് അവർ സ്ഥാനദൈവവും പരദേവതയുമായി രക്ഷിക്കണം എന്ന് കൽപ്പിച്ചു. അവർക്ക് ബ്രഹ്മസ്വത്താൽ ഓരോ ഓഹരി കൊടുത്ത് പ്രസാദത്തെയും വരുത്തി അവർക്ക് ബലിപൂജാ കർമ്മങ്ങളെ ചെയ്ത് പരിപാലിച്ചു കൊള്ളുക എന്ന് അരുളി ചെയ്തു. അവരെ സ്ഥാനദൈവമാക്കി വച്ചു. കേരളത്തിൽ സർപ്പപീഡയും പോയി. അതിൻ്റെ ശേഷം ആയുധപാണികൾക്ക് കേരളത്തിൽ 1008 40 സ്ഥാനം ഉണ്ടാക്കി. അനേകം കളരിപ്പര ദേവതമാരെയും സങ്കല്പിച്ചു. അവിടെ വിളക്കും പൂജയും കഴിപ്പിച്ചു. സമുദ്രതീരത്ത് ദുർഗാദേവിയെയും പ്രതിഷ്ഠിച്ചു. മലയരികെ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചു. നാഗവും ഭൂതവും പ്രതിഷ്ഠിച്ചു. ഭൂമിയിൽ കനകചൂർണം വിതറി അമർത്തു കനകനീർ സ്ഥാപിച്ചു. രാശിപ്പണം അടിപ്പിച്ച് നിധിയും വച്ചു. ഇതിനെ ഭൂമിക്കുള്ള ഇളക്കം തീർത്ത് മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ശേഷം ആര്യബ്രാഹ്മണർ മലയാളത്തിൽ ഉറച്ചിരുന്നു പോൽ എന്ന് കേട്ട് മുമ്പിൽ സർപ്പഭീതി ഉണ്ടായിട്ട് പോയ പരീക്ഷയും പൊന്നുവന്നു. അവർ ഒക്കെയും പഴന്തുളുവർ ആയിപ്പോയി. അവരെ തുളുനാട്ടിൽ തുളുനമ്പിമാർ എന്ന് പറയുന്നു. അവർ 64 കൂടിയവരല്ല. അതിൻ്റെ ശേഷം ശ്രീ പരശുരാമൻ 64 ഗ്രാമത്തെയും വരുത്തി വെള്ളപ്പ നാട്ടിൽ കൊണ്ടുവച്ചു. 64 ഗ്രാമത്തിന് 64 മഠവും തീർത്തു. അതിൻ്റെ ശേഷം ശ്രീ പരശുരാമൻ 64 ഗ്രാമത്തെയും വരുത്തി വെള്ളപ്പ നാട്ടിൽ കൊണ്ടുവന്ന് വച്ചു. 64 ഗ്രാമത്തിന് 64 മഠവും തീർത്തു. 64 ദേശവും തിരിച്ചു കൽപ്പിച്ചു. ഓരോരോ ഗ്രാമത്തിന് അനുഭവിപ്പാൻ വെവ്വേറെ ദേശവും വസ്തുവും തിരിച്ചു കൊടുത്തു. ഒരു ഗ്രാമത്തിനും വെള്ളപ്പ നാട്ടിൽ വസ്തുവും തറവാടും കൂടാതെ കണ്ടില്ല. അവിടെ എല്ലാവർക്കും സ്ഥലവുമുണ്ട്. 64 ഗ്രാമത്തിനും വെള്ളപ്പനാട പ്രധാനം എന്ന് കൽപ്പിച്ചു. പെരുമന ഗ്രാമത്തിന് ചിലർക്ക് പുരാണവൃത്തി കൽപ്പിച്ചു കൊടുത്തു. രണ്ടാമത് വന്ന പരീക്ഷയിൽ ചിലർക്ക് തന്ത്രപ്രവൃത്തി കൊടുത്തു. 64 ഗ്രാമത്തിനും തന്ത്രപ്രവൃത്തി കൽപ്പിച്ചിട്ടില്ല. 64 ഗ്രാമത്തിലുള്ള ഇരിങ്ങാടിക്കൂട്, തരണനല്ലൂർ, കൈവട്ടക, എടുത്തു തുടങ്ങി വട്ടകം വൃത്തി 4-6 ഗ്രാമത്തിനും കൽപ്പിച്ചിരിക്കുന്നു. പയ്യന്നൂർ ഗ്രാമത്തിന് നമ്പിക്കൂർ എല്ലായിടവും കൽപ്പിച്ചു കൊടുത്തു. അനന്തരം 64 അരുളി ചെയ്തു, ഇനി കേരളത്തിങ്കൽ ദേവതകൾ പോന്നു വന്ന് മനുഷ്യരെ പീഡിപ്പിച്ച് ദേവത ഉപദ്രവം വർദ്ധിച്ചാൽ അപമൃത്യു അനുഭവിക്കും. അത് വരരുത് എന്ന് കൽപ്പിച്ചിട്ട് 64 6 ഗ്രാമത്തിൽ 12 ആളും കൽപ്പിച്ചു. 12 ആൾക്ക് മന്ത്രോപദേശവും ചെയ്തു. അതാകുന്നത് മുമ്പിനാൽ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ അടികച്ചേരി, കാളകാട്ട് അങ്ങനെ 2 ആൾ കൽപ്പിച്ചു. മലയിൽ നിന്ന് വരുന്ന ദുർദേവതകളെ തടുപ്പാൻ ദുർമന്ത്രം സേവിച്ച് ദുർദേവതകളെ തടുത്തു നിർത്തുകയെന്നും ആപൽക്കാലത്തെങ്കിൽ ഭദ്രനെ സേവിച്ച് ആപത്തുകളെ നീക്കുകയെന്നും അരുളി ചെയ്തു. ബ്രാഹ്മണരുടെ കർമ്മങ്ങൾക്ക് വൈകല്യമുണ്ടെന്ന് കണ്ട് 2ാമത്തെ കാളക്കാട്ടിന്
കൽപ്പിച്ചിത് സമുദ്രതീരത്തിങ്കന്ന് വരും ജലദേവതകളെ തടുത്തു നിർത്തുവാൻ സന്മന്ത്രങ്ങളെ സേവിച്ച് സൽക്കർമ്മമൂർത്തിയെ പ്രസാദിപ്പിച്ച് ആപൽക്കാലത്തെങ്കിൽ ദുർഗയെ സേവിച്ചാൽ ആപത്തു നീങ്ങും എന്നും അരുളി ചെയ്തു. പിന്നെ കരിക്കാട്ട് ഗ്രാമത്തിൽ കാണിയുടെ കാട്ടുമാടം ഇങ്ങനെ രണ്ടാൾക്കും ദുർമന്ത്രവും സന്മന്ത്രവും കൽപ്പിച്ചു കൊടുത്തു. പിന്നെ ആലത്തൂർ ഗ്രാമത്തിൽ കക്കാട് കുഴിമന ഇങ്ങനെ രണ്ടാളോടും ദുർമന്ത്രം കൊണ്ടും സന്മന്ത്രം കൊണ്ടും ജയിച്ചോളുക എന്ന് കൽപ്പിച്ചു. പിന്നെ ചുവരത്തിൽ പുതുക്കൊടു പുതുമന എന്നവരെയും പെരുമന ഗ്രാമത്തിൽ കല്ലകാട് കക്കാട്ടുകുളം എന്നിവരെയും ഇരിങ്ങാടിക്കുട ഗ്രാമത്തിങ്കൽ ചുണ്ടക്കാട് മുത്തേമന ഇങ്ങനെ രണ്ടാളെയും കൽപ്പിച്ചു. മലയിൽ നിന്ന് വരുന്ന ദുർദേവതകളെ തടുത്തു നിർത്തുവാൻ 6 ആളെ ദുർമന്ത്രമൂർത്തിയെ സേവിപ്പാനും സമുദ്രത്തിങ്കന്ന് വരുന്ന ദേവതകളെ തടുത്തു നിർത്താൻ 6 ആളെ സന്മന്ത്രമൂർത്തിയെ സേവിപ്പാനും ആക്കി ഇങ്ങനെ ഉത്തമത്തിലും മധ്യത്തിലും 12 ആളുകളെ കേരളത്തിൽ സമ്പ്രദായികൾ എന്ന് കൽപ്പിച്ചു. അതിനുശേഷം ശ്രീ പരശുരാമൻ അരുളി ചെയ്തു, എൻ്റെ വീരഹത്യാദോഷം ആർ കൈയേൽക്കുന്നു എന്നത് കേട്ട് ഭരദ്വാജ ഗോത്രത്തിൽ ചിലർ വീരഹത്യാദോഷം കൈയേൽക്കുന്നു. അവർ രാവണ നാട്ടുകാര ഗ്രാമത്തിലുള്ളവർ ഈരിലെ പരിഷ എന്ന് പേരുമിട്ട് നിങ്ങൾക്ക് ഒരു ഈശ്വരൻ പ്രധാനമായി വരണമല്ലോ, അതിന് സുബ്രഹ്മണ്യനെ സേവിച്ചു കൊള്ളുക, എന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന അല്ലലും മഹാവ്യാധിയും നീങ്ങി ഐശ്വര്യവും വംശവും വരെ വർദ്ധിച്ചിരിക്കും. വാളിനു നമ്പിയായവരെ വിശേഷിച്ചും സേവിച്ചു കൊള്ളുക എന്നരുളി ചെയ്തു. വളരെ വസ്തുവും കൊടുത്തു. ഇക്കേരളത്തിൽ എല്ലാവരും മാതൃപാരമ്പര്യം അനുസരിക്കേണ്ടതും എനിക്കും മാതൃപ്രീതി ഉള്ളൂ എന്ന് 64 കൽപ്പിച്ചപ്പോൾ എല്ലാവർക്കും മനപ്പീഡ വളരെ ഉണ്ടായി എന്നാറെ പയ്യന്നൂർ ഗ്രാമത്തിലുള്ളവർ നിരൂപിച്ചു. പരശുരാമൻ അരുളി ചെയ്ത പോലെ അനുസരിക്കണം എന്ന് നിശ്ചയിച്ചു. മാതൃപാരമ്പര്യം അനുസരിക്കുകയും ചെയ്തു. ചില ഗ്രാമത്തിന് കൂടെ അനുസരിക്കണമെന്ന് കൽപ്പിച്ചു. അതിനുശേഷം ആരും അനുസരിച്ചില്ല. പിന്നെ പരദേശത്ത് നിന്ന് പല വകയിലുള്ള ശൂദ്രരെ വരുത്തി അവരെക്കൊണ്ട് മാതൃപാരമ്പര്യം വഴി പോലെ അനുസരിപ്പിച്ചു. അവർ 64 ഗ്രാമത്തിനും അകമ്പടി നടക്കണം എന്നും അവർക്ക് രക്ഷ ബ്രാഹ്മണർ തന്നെ എന്നും കൽപ്പിച്ചു. പ്രാചീന ഗ്രന്ഥമായ കേരളോൽപ്പത്തിയിലെ ആദ്യത്തെ 9 പേജുകളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.